If you will please turn to Luke chapter 17. ലൂക്കോസ് 17-ാം അധ്യായത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, The book of Luke, if you don't have a Bible, please buy one. നിങ്ങൾക്ക് ഒരു ബൈബിൾ ഇല്ലെങ്കിൽ ദയവായി ഒരെണ്ണം വാങ്ങൂ. 32nd verse. 32-ാം വാക്യം. Why did the Lord Jesus Christ say, "Remember Lot's wife"? എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിനെന്ന്? Now, my dear friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, when I was growing up in this fellowship, ഈ കൂട്ടായ്മയിൽ ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ the last hurdle that I had to face ഞാൻ നേരിടേണ്ടിയിരുന്ന അവസാനത്തെ തടസ്സം, as a young man, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ, was in the matter of the girl whom God had for me. ദൈവം എനിക്കായി വെച്ചിരുന്ന പെൺകുട്ടിയുടെ കാര്യമായിരുന്നു. I had my own tastes, my own thoughts. എനിക്ക് എൻ്റെതായ അഭിരുചികളും ചിന്തകളും ഉണ്ടായിരുന്നു. But I brought them to the cross of Jesus. എന്നാൽ യേശുവിന്റെ ക്രൂശിലേക്ക് ഞാൻ അവയെ കൊണ്ടുവന്നു. It was very hard for God to speak to me about this matter. ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന് എന്നോട് സംസാരിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. But എന്നാൽ the Lord, when He showed me Lily, who became my wife, എൻ്റെ ഭാര്യയായി തീർന്ന ലില്ലിയെ കർത്താവ് എനിക്ക് കാണിച്ചപ്പോൾ, of course it seemed very improbable. അത് വളരെ അസംഭവ്യമായി തോന്നി. The father, who was a professor of engineering, എഞ്ചിനീയറിംഗ് പ്രൊഫസറായിരുന്ന പിതാവ് could see that I had nothing, എനിക്ക് ഒന്നുമില്ല എന്ന് കണ്ടു. and to think of giving his daughter happily to a preacher who was nobody, നിസ്സാരനായ ഒരു പ്രസംഗകന് തന്റെ മകളെ സന്തോഷപൂർവ്വം നൽകുന്നത് seemed very hard for him. അദ്ദേഹത്തിന് വളരെ കഠിനമായി Now തോന്നി. let me tell you, I understand him completely. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു. Who would want to give a good girl to a very foolish fellow? ഭോഷത്വമുള്ള ഒരുത്തന് ഒരു നല്ല പെൺകുട്ടിയെ ആരാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? But anyway, that was what I was. എന്നിരുന്നാലും ഞാൻ അങ്ങനെയായിരുന്നു. And not very different today. ഇന്ന് വളരെ വ്യത്യസ്തമൊന്നുമല്ല. Wisdom has come very slowly. ജ്ഞാനം വളരെ പതുക്കെ വന്നു. But എന്നാൽ after 49 years of marriage, 49 വർഷത്തെ വിവാഹത്തിനു ശേഷം I can report to you എനിക്ക് നിങ്ങളോട് അറിയിക്കാൻ കഴിയും, that there has been no fighting, വഴക്കില്ലായിരുന്നു. there has been nothing like violence, ബലപ്രയോഗം എന്ന കാര്യം ഉണ്ടായിട്ടില്ല. but love and peace. സ്നേഹവും സമാധാനവും ഉണ്ടായിരുന്നു. Now, had it been any different, അത് വ്യത്യസ്തമായിരുന്നുവെങ്കിൽ I could not have preached. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ലായിരുന്നു. If my wife was a worldly woman, എന്റെ ഭാര്യ ഒരു ലൗകികമായ she സ്ത്രീയായിരുന്നുവെങ്കിൽ she would have filled my home with tears and sighs അവൾ എന്റെ ഭവനത്തെ കണ്ണുനീർ കൊണ്ടും നെടുവീർപ്പ് കൊണ്ടും നിറച്ചേനെ. and expressions of deep regret. തീവ്രമായ ഖേദത്തിന്റെ അനുഭവങ്ങളിലൂടെ. On the other hand, മറുവശത്ത് we have learned to praise God in all circumstances. എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ പഠിച്ചു. Never have we grumbled. ഞങ്ങൾ ഒരിക്കലും പിറുപിറുത്തിട്ടില്ല. My dear friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, I don't believe that except for
2 brief hours, the angels of God ever had to flee our home. 2 മണിക്കൂറോളം അല്ലാതെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് one ദൈവദൂതന്മാർ occasion, ഓടിപ്പോകേണ്ടി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I was ill at ease and I was out of sorts. ഞാൻ അസ്വസ്ഥനായിരുന്നു, ക്രമം തെറ്റിയ അവസ്ഥയിൽ. And for some reason which I cannot now remember, എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയുന്നില്ല ചില I കാരണത്താൽ decided to answer yes or no, nothing ഞാൻ more. ഉവ്വ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം പറയാൻ തീരുമാനിച്ചു. കൂടുതൽ ഒന്നുമില്ല. So our communication for about 2 hours was just yes or no. അതിനാൽ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങളുടെ ആശയവിനിമയം ഉവ്വ അല്ലെങ്കിൽ ഇല്ല എന്നായിരുന്നു. Soon a great darkness filled the house. താമസിയാതെ ഒരു വലിയൊരു ഇരുട്ട് വീടിനെ നിറച്ചു. I suppose the angels ran away. ദൂതന്മാർ ഓടിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. And you know what I said? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? I am very sorry, pardon me. ഞാൻ വളരെയധികം ഖേദിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ. You know, we didn't have a fight, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ വഴക്കിട്ടില്ല, no hard words, കഠിനമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല, nothing. ഒന്നുമില്ല. But എന്നാൽ a coldness, ഒരു തണുപ്പ്, a stiffness, ഒരു കടുപ്പം, a kind of pride. ഒരു തരം അഹങ്കാരം. My dear friends, I can only specify those 2 brief hours when my home became like hell. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്റെ ഭവനം നരകത്തെ പോലെയായി തീർന്ന ആ 2 മണിക്കൂറുകൾ മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ In സാധിക്കുള്ളൂ. these 49 years. ഈ 49 വർഷങ്ങളിൽ. Now here, ഇപ്പോൾ ഇവിടെ the Lord Jesus says, remember Lot's wife. കർത്താവായ യേശു പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. Now, when I was a boy, I spent summer, some few weeks in this city. ഞാൻ ഒരു ബാലനായിരുന്നപ്പോൾ ഒരു വേനൽക്കാലം ഈ നഗരത്തിൽ ഏതാനും ആഴ്ചകൾ ചിലവഴിച്ചു. I was not converted. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. I was at the peak of my wickedness and foolishness. ഞാൻ എൻ്റെ ദുഷ്ടതയുടെയും ഭോഷത്വത്തിൻ്റെയും ഉന്നതിയിലായിരുന്നു. And I could see a lot of vanity in this എനിക്ക് city. ഈ നഗരത്തിൽ വളരെയേറെ വ്യർത്ഥത കാണാൻ കഴിഞ്ഞു. Of course, I was brought up in Madras. തീർച്ചയായും ഞാൻ മദ്രാസിലാണ് വളർത്തപ്പെട്ടത്. But എന്നാൽ it looked like people, ഞാൻ കണ്ടത് ജനങ്ങൾ, even the young people, ചെറുപ്പക്കാർ പോലും were very worldly. വളരെ ലൗകികരായിരുന്നു എന്നാണ്. I do not know എനിക്കറിയില്ല how more enhanced this worldliness is prevalent today. ഈ ലൗകികത്വം ഇന്ന് എത്രമാത്രം കൂടുതൽ വ്യാപകമായിരിക്കുന്നുവെന്ന്. I don't know how your hearts are. നിങ്ങളുടെ ഹൃദയങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. But എന്നാൽ after my conversion, എൻ്റെ മാനസാന്തരത്തിനു ശേഷം I had every reason and every opportunity to stray from God. ദൈവത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള എല്ലാ കാരണങ്ങളും എല്ലാ അവസരങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. But എന്നാൽ I learned to put first the kingdom of God ദൈവരാജ്യത്തെ ആദ്യം വഹിക്കുവാൻ ഞാൻ പഠിച്ചു, and his righteousness. അവന്റെ നീതിയെയും. Now I am appalled that many people are either unwilling or incapable of bringing righteousness around them. അനേകം ആളുകൾ തങ്ങളുടെ ചുറ്റും നീതി കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നതും അല്ലെങ്കിൽ കഴിവില്ലാതെ Now ഇരിക്കുന്നതും I കണ്ട് ഞാൻ also ഭയപ്പെടുന്നു. notice
ഞാൻ ഇതും ശ്രദ്ധിക്കുന്നു, that when you have a fellowship നിങ്ങൾക്ക് കൂട്ടായ്മ ഉള്ളപ്പോൾ or when you have a church, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പള്ളി ഉള്ളപ്പോൾ there are many worldly forces പല ലൗകിക ശക്തികൾ ഉണ്ടായിരിക്കും. and many people trying to have their own way. പലരും അവരുടെ സ്വന്തം ഇഷ്ടം നടത്തുവാൻ ശ്രമിക്കുന്നു. And some people who want me to be a rubber stamp. ചില ആളുകൾ ഞാൻ ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Brother Joe said okay. സഹോദരൻ ജോ ശരി എന്ന് പറഞ്ഞു. No, I can't say yes when God says no. ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശരി എന്ന് പറയാൻ സാധിക്കില്ല. Some leprosy patients came to me. ചില കുഷ്ഠരോഗികൾ എൻ്റെ അടുക്കൽ വന്നു. They said our wives left us long ago. ഞങ്ങളുടെ ഭാര്യമാർ വളരെ കാലം മുൻപ് തന്നെ ഞങ്ങളെ വിട്ടുപോയി എന്ന് അവർ Now I പറഞ്ഞു. have found another woman. ഇപ്പോൾ ഞാൻ വേറൊരു സ്ത്രീയെ I കണ്ടെത്തിയിരിക്കുന്നു. want to marry her. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Now that's a very difficult അത് situation. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു Some of സാഹചര്യമാണ്. them are so helpless. അവരിൽ ചിലർ വളരെ നിസ്സഹായരാണ്. But am I kinder than God? എന്നാൽ ഞാൻ ദൈവത്തെക്കാൾ ദയയുള്ളവനാണോ? Have I more love than God? ദൈവത്തെക്കാൾ എനിക്ക് കൂടുതൽ സ്നേഹമുണ്ടോ? No. ഇല്ല. God says ദൈവം പറയുന്നു that you should be faithful to your wife. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് വിശ്വസ്തത Now ഉള്ളവരായിരിക്കണം. I have been a traveling man. ഞാൻ ഒരു യാത്രക്കാരനാണ്. 4 months, 5 months I have been away 4 മാസം 5 മാസം ഞാൻ ദൂരെയായിരിക്കും from the days of my youth. എന്റെ യൗവന പ്രായം മുതൽ. But എന്നാൽ what does God say? ദൈവം എന്ത് പറയുന്നു? Be faithful. വിശ്വസ്തരായിരിക്ക. Be faithful in your heart നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസ്തരായിരിക്ക. to the wife of your youth. നിങ്ങളുടെ യൗവനത്തിലെ ഭാര്യയോട്. But today, എന്നാൽ ഇന്ന് such ungodliness has come. എത്രമാത്രം അഭക്തി വന്നിരിക്കുന്നു. The pastors themselves say, പാസ്റ്റർമാർ തന്നെ പറയുന്നു, all right, you can marry some nice girl in the ശരി, church. സഭയിലെ ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കാം. Listen, friends, ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, adultery is adultery. വ്യഭിചാരം വ്യഭിചാരമാണ്. Worldliness is worldliness. ലൗകികത്വം ലൗകികത്വമാണ്. What God has said, I cannot change. ദൈവം പറഞ്ഞതിനെ എനിക്ക് മാറ്റാൻ കഴിയില്ല. I am only a servant. ഞാൻ ഒരു ദാസൻ മാത്രമാണ്. But എന്നാൽ you see the culture around us ഇന്ന് നമ്മുടെ today ചുറ്റുമുള്ള സംസ്കാരം is a very wicked culture. വളരെ മോശമായ സംസ്കാരമാണ്. The girls are going to these offices. പെൺകുട്ടികൾ ഓഫീസുകളിലേക്ക് They പോകുന്നു. pick up some friendship with somebody. അവർ ആരോടെങ്കിലും സൗഹൃദം കൊള്ളുന്നു. And then that results in a violation of their virginity. അതിന്റെ ഫലമായി അവരുടെ കന്യകാത്വം ലംഘിക്കപ്പെടുന്നു. And they become unfit to be mothers. അവർ മാതാക്കളാകുവാൻ അയോഗ്യരാകുന്നു. Then there is abortion. അതിനുശേഷം ഗർഭചിത്രം. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, God is not at all in their thinking. ദൈവം അവരുടെ ചിന്തയിൽ അശേഷം ഇല്ല. Holiness unto the Lord. യഹോവയ്ക്ക് വിശുദ്ധം. Well, that's not just on Sunday morning. ശരി, അത് ഞായറാഴ്ച രാവിലെ In മാത്രമല്ല. all your activity, നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും, in your account book, അക്കൗണ്ട് പുസ്തകത്തിൽ, in your register, നിങ്ങളുടെ രജിസ്റ്ററിൽ, in your secret moments, നിങ്ങളുടെ രഹസ്യ നിമിഷങ്ങളിലും you are clean before God. നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധിയുള്ളവരാകുന്നു. Holiness unto the Lord. യഹോവയ്ക്ക് വിശുദ്ധം. I do not know എനിക്കറിയില്ല how much of this righteousness we are bringing into this whole society, this whole world. ഈ നീതിയിൽ എത്രമാത്രം ഈ മുഴുവൻ സമൂഹത്തിനും
ഈ മുഴുവൻ ലോകത്തിനും നാം കൊണ്ടുവരുന്നുവെന്ന്. Or like Lot's wife, we are looking back at the world. അല്ലെങ്കിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ നമ്മൾ ലോകത്തെ തിരിഞ്ഞു Oh, നോക്കുകയാണോ? see, I am missing the world. ഞാൻ ലോകത്തിന്റെ അഭാവം You അറിയുന്നു. know, some of the young people that are brought up in the fellowship, ഈ കൂട്ടായ്മയിൽ വളർത്തപ്പെട്ട ചില ചെറുപ്പക്കാർ, including my own brother Francis, who is now with the Lord, എന്റെ സ്വന്തം സഹോദരൻ ഫ്രാൻസിസ് ഉൾപ്പെടെ, he used to say, I did not want to lose അവൻ out ഇപ്പോൾ കർത്താവിനോട് കൂടെ ഉണ്ട്. the pleasures of this world. അവൻ പറയുമായിരുന്നു, ലോക സന്തോഷം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. What does the Bible say? ബൈബിൾ എന്താണ് പറയുന്നത്? Moses മോശെ despised the pleasures of Egypt, which were for a season. മിസ്രയീമിലെ താൽക്കാല ഭോഗത്തെ വെറുത്തു. He chose rather the reproach of being one of God's children. ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. Now, we don't want the reproach of the cross. ക്രൂശിന്റെ അപമാനം നാം ആഗ്രഹിക്കുന്നില്ല. We want to be the sons of this ഈ world. ലോകത്തിന്റെ മക്കളാകാൻ നാം All ആഗ്രഹിക്കുന്നത്. right. ശരി. Do you know that many people have lost also their pensions in America? നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ പലർക്കും അവരുടെ പെൻഷനുകൾ പോലും നഷ്ടപ്പെട്ടുവെന്ന്. Their companies have collapsed. അവരുടെ കമ്പനികൾ തകർന്നു. The banks, the big banks have collapsed. മഹത്തായ ബാങ്കുകളും തകർന്നു. All right, this wave of economic downturn has not hit India as severely still. ശരി, ഈ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ അതികഠിനമായി ബാധിച്ചില്ല. It is affecting England. അത് ഇംഗ്ലണ്ടിനെ It is സ്വാധീനിക്കുന്നു. affecting Europe. യൂറോപ്പ്, People are losing their jobs there. അവിടെ ആളുകൾക്ക് ജോലി നഷ്ടമാകുന്നു. And it is going to come to other parts in China. അത് മറ്റു ഭാഗങ്ങളിലേക്കും ചൈനയിലേക്കും And- വരുന്നു. But എന്നാൽ people who have invested everything in this world have lost everything. സകലവും ഈ ലോകത്തിൽ നിക്ഷേപിച്ചവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. And so some of those wealthy people അങ്ങനെ സമ്പന്നരായ ചില വ്യക്തികൾ are just ending their life. അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. So sad. വളരെ ദുഃഖകരം. It's not only the farmers in India. ഇന്ത്യയിലെ കർഷകർ മാത്രമല്ല, How many thousands of farmers ending their lives? എത്ര ആയിരക്കണക്കിന് കർഷകരാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. It makes me very sad. അത് എന്നെ വളരെ You know, വിഷമിപ്പിക്കുന്നു. wherever I go, നിങ്ങൾക്കറിയാമോ, ഞാൻ എവിടെ I see പോയാലും that the gospel lifts people. സുവിശേഷം ജനങ്ങളെ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. Their evil habits are gone, their drunkenness is gone. അവരുടെ ദുർമാർഗം പോകുന്നു, അവരുടെ മദ്യപാനം Therefore, പോകുന്നു. their borrowings have stopped. അതുകൊണ്ട് അവർ കടമെടുക്കുന്നത് നിർത്തലാക്കുന്നു. They pay off their loans. അവർ തങ്ങളുടെ വായ്പകൾ They തിരിച്ചടയ്ക്കുന്നു. become independent economically. അവർ സാമ്പത്തികമായി സ്വതന്ത്രരായി Their തീരുന്നു. children become responsible. അവരുടെ കുട്ടികൾ ഉത്തരവാദിത്തമുള്ളവരായി തീരുന്നു. And their families become environmentally conducive for studying hard. കഠിനമായി പഠിക്കാനായി അവരുടെ കുടുംബങ്ങളുടെ പരിസ്ഥിതി ഉചിതമാകുന്നു. So the children begin to study well. അതിനാൽ കുട്ടികൾ നന്നായി പഠിക്കാൻ The ആരംഭിക്കുന്നു. outcome of this is അതിന്റെ അനന്തരഫലം nearly everywhere ഏതാണ്ട് എല്ലായിടത്തും fellowship families കൂട്ടായ്മയിലുള്ള കുടുംബങ്ങൾ are getting on pretty easily and pretty well. നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. But എന്നാൽ is the purpose of this fellowship to give us earthly prosperity? കൂട്ടായ്മയുടെ ലക്ഷ്യം നമുക്ക് ഭൗതിക സമൃദ്ധി നൽകുന്നതാണോ? No, I think of the regions that are untouched by the gospel. ഇല്ല, സുവിശേഷം എത്താത്ത മേഖലകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. And we
are sitting comfortably here. നാമോ ഇവിടെ സുഖമായി ഇരിക്കുകയാണ്. And there are so many regions where people are dying off because they don't have the gospel. സുവിശേഷം ഇല്ലായ്കയാൽ ആളുകൾ മരിക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. Do you know that AIDS is destroying certain tribes? ചില ഗോത്രങ്ങളെ എയ്ഡ്സ് നശിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമോ? And I know that here എനിക്ക് അറിയാം, ഇവിടെ people come to me for prayer saying I am an AIDS എയ്ഡ്സ് patient. രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി I വരുന്നു. married a man ഞാൻ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു only 1 month ago. ഒരു മാസം മുൻപ്. He is an AIDS patient. അവൻ ഒരു എയ്ഡ്സ് രോഗിയാണ്. What sadness. എന്തൊരു ദുഃഖകരം. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, there shouldn't be a single AIDS case or HIV anywhere where this fellowship functions. ഈ ഫെലോഷിപ്പ് പ്രവർത്തിക്കുന്ന ഒരിടത്തും ഒരു എയ്ഡ്സ് കേസ് അല്ലെങ്കിൽ HIV ഉണ്ടായിരിക്കരുത്. God is healing some of them. ദൈവം അവരിൽ ചിലരെ സൗഖ്യമാക്കുന്നു. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, it is not what we appear to be. നാം എങ്ങനെ കാണപ്പെടുന്നു എന്നല്ല. I have been saying I don't want to be an actor, I don't want to be ഞാൻ a showman. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നടനോ പ്രദർശനക്കാരനോ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല I എന്നാണ്. want to be like Jesus. എനിക്ക് യേശുവിനെ പോലെയാകണം. Here is a great opportunity. ഇതാ ഒരു വലിയ അവസരം. Everything around us is so black and dark. നമ്മുടെ ചുറ്റുമെല്ലാം കറുപ്പും ഇരുണ്ടും ഇരിക്കുന്നു. No light, no righteousness. വെളിച്ചമില്ല, നീതിയില്ല. At such a time, അത്തരം ഒരു സമയത്ത് God has sent light to you. ദൈവം നിങ്ങൾക്ക് വെളിച്ചം അയച്ചു. Will you obey Him? നിങ്ങൾ അവനെ Or അനുസരിക്കുമോ? will you look back at the world? അതോ നിങ്ങൾ ലോകത്തെ തിരിഞ്ഞു നോക്കുമോ? Remember Lot's wife. ലോത്തിന്റെ ഭാര്യയെ She ഓർക്കുക. became a pillar of salt. അവൾ ഒരു ഉപ്പുതൂണായി തീർന്നു. She did not teach holiness to her daughter. അവളുടെ പുത്രിമാർക്ക് അവൾ വിശുദ്ധി പഠിപ്പിച്ചില്ല. Some of you have married pillars of salt. നിങ്ങളിൽ ചിലർ ഉപ്പുതൂണുകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. They may have a lot of gold and money. അവർക്ക് ധാരാളം സ്വർണവും പണവും ഉണ്ടായിരിക്കാം. എന്നാൽ A pillar of salt ഒരു ഉപ്പുതൂൺ can't move. നീങ്ങാൻ കഴിയില്ല. No hands that work righteousness. നീതി പ്രവർത്തിക്കുന്ന കൈകളില്ല. How do you build a family with a pillar of salt? ഒരു ഉപ്പുതൂണോട് കൂടെ ഒരു കുടുംബത്തെ നിങ്ങൾ എങ്ങനെ പണിയും? My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, some of you women have married pillars of salt. നിങ്ങളിൽ ചില സ്ത്രീകൾ ഉപ്പുതൂണുകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. Big jobs your husbands നിങ്ങളുടെ have, ഭർത്താക്കന്മാർക്ക് വലിയ ജോലികളുണ്ട്. but no holiness. എന്നാൽ വിശുദ്ധിയില്ല. No ambitions for God's kingdom. ദൈവരാജ്യം സംബന്ധിച്ച് യാതൊരു Let അഭിലാഷവുമില്ല. us repent, dear നമുക്ക് friends. അനുതപിക്കാം പ്രിയ സുഹൃത്തുക്കളെ. Let us not say we are wonderful people. ഞങ്ങൾ അത്ഭുതകരമായ ആളുകളാണെന്ന് പറയേണ്ട. That is one of the great dangers today in this fellowship. ഈ കൂട്ടായ്മയിൽ ഇന്നുള്ള വലിയ അപകടം അതാണ്. Because കാരണം there is some little truth, അല്പം സത്യമുണ്ട്, there is some little preaching of God's word ദൈവവചനം അല്പം പ്രസംഗിക്കുന്നു. in every place. എല്ലാ സ്ഥലത്തും People are flocking with spiritual hunger. ജനം കൂട്ടം കൂടുന്നു ആത്മീയ വിശപ്പോടെ. So, അതിനാൽ some of our people, നമ്മുടെ ചില ആളുകൾ our people, Ayagaru, Amagaru, they go and almost worship our leader. അവർ അവരുടെ നേതാക്കന്മാരെ ചെന്ന് ആരാധിക്കുകയാണ്. That's wrong. അത് തെറ്റാണ്. We will worship the Lord only. ഞങ്ങൾ യഹോവയെ മാത്രം ആരാധിക്കും. I am a servant. ഞാനൊരു ദാസൻ I മാത്രമാണ്. am not Ayagaru. ഞാൻ ഒരു വലിയ നേതാവല്ല.
Give glory to the Lord. കർത്താവിന് മഹത്വം കൊടുക്കുവിൻ. Hallow his name. അവന്റെ നാമം വിശുദ്ധീകരിക്കുവിൻ. This earthly bigness. ഈ ഭൗതിക വലുപ്പം. Oh, everybody running. Oh, he's running to me. എല്ലാവരും ഓടി വരുന്നു. അവൻ എങ്കിലേക്ക് ഓടി No, വരുന്നു. I don't want anybody to run to me. ഇല്ല, ആരും എങ്കിലേക്ക് ഓടി വരണ്ട. I want you to run to Jesus. നിങ്ങൾ യേശുവിലേക്ക് ഓടണമെന്ന് ഞാൻ Go and ആഗ്രഹിക്കുന്നു. touch Jesus. യേശുവിനെ പോയി തൊടുവിൻ. Don't look at the world. ലോകത്തെ നോക്കേണ്ട. Look at Jesus. യേശുവിനെ നോക്കുവിൻ. I am looking at Jesus. ഞാൻ യേശുവിനെ നോക്കുന്നു. I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ ആകണം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God. നമുക്ക് ദൈവത്തോട് പറയാം. Oh God, ദൈവമേ, take away this foolishness, this ഈ vanity. മോഷത്വം എടുത്തു മാറ്റണമേ. ഈ മായാമോഹം, Take away this pride. ഈ അഹങ്കാരത്തെ എടുത്തു മാറ്റണമേ. Oh, we are a great fellowship. We are a wonderful ഞങ്ങൾ ഒരു വലിയ fellowship. കൂട്ടായ്മയാണ്. ഞങ്ങൾ അത്ഭുതകരമായ No, കൂട്ടായ്മയാണ്. Lord, I deserve to be dismissed. ഇല്ല കർത്താവേ, പിരിച്ചുവിടാൻ ഞാൻ I യോഗ്യനാണ്. am an unworthy servant. ഞാൻ അയോഗ്യനായ ദാസനാണ്. I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ I ആകണം. want to look at ഞാൻ Jesus. യേശുവിനെ നോക്കാൻ I want ആഗ്രഹിക്കുന്നു. these dear people to fall at the feet of ഈ Jesus. പ്രിയപ്പെട്ടവർ യേശുവിന്റെ പാദങ്ങളിൽ വീഴണമെന്ന് ഞാൻ Oh, ആഗ്രഹിക്കുന്നു. my Father, എന്റെ പിതാവേ, don't allow them to become pillars of salt. ഉപ്പ് തൂണുകളായിരിക്കുവാൻ അവരെ Let അനുവദിക്കരുതേ. them become rivers of righteousness, അവർ നീതിയുടെ നദികളായി തീരട്ടെ, not pillars of salt. ഉപ്പ് തൂണുകളല്ല. Oh, my Father, എന്റെ let പിതാവേ, not our families be full of pillars of salt. ഞങ്ങളുടെ കുടുംബങ്ങൾ ഉപ്പ് തൂണുകളാൽ നിറഞ്ഞിരിക്കരുതേ. Take away this worldliness. ലൗകികത്വം എടുത്തു കളയണമേ. Let the values that are in Jesus be precious to us. യേശുവിലുള്ള മൂല്യങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കട്ടെ. Teach us faith, Lord Jesus. കർത്താവായ യേശുവേ, ഞങ്ങളെ വിശ്വാസം So bless പഠിപ്പിക്കണമേ. these dear people. ഈ പ്രിയപ്പെട്ടവരെ In അനുഗ്രഹിക്കണമേ. Jesus' almighty name. സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.